ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ്. നമ്മൾ ഹോണ്ട ഡിയോ ആണ് വണ്ടി. അതിന് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ് ഫ്രണ്ട് വെട്ടലാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതും പ്രകാരം നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ പറഞ്ഞതിൻ്റെ കംപ്ലയിൻറ്റ് റെഡിയാണ്. ഫ്രണ്ട് വെട്ടൽ കംപ്ലയിൻ്റ് ഉണ്ട്. അത് രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന് നമുക്ക് അതിൻ്റെ ബുഷ് സെറ്റ് കാര്യങ്ങൾ ഫ്രണ്ട് കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ടയറിൻ്റെ അലൈൻമെൻറ്റും പോയേക്കാം. ഞാൻ രണ്ടും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വരാം. അപ്പോൾ അത് നോക്കുമ്പോൾ അതിൻ്റെ ബുഷ് സെറ്റ് ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റുമ്പോൾ രണ്ടും കൂടി സെറ്റായിട്ട് അഴിച്ച് ബുഷ് സെറ്റ് മാറ്റിയിടാം. അതേപോലെ തന്നെ കുഷൻ അസംബ്ലിയുടെ ബുഷുകളും ഓവലായി പോയേക്കാം. അപ്പോൾ ആ രണ്ട് ബുഷ് സെറ്റും അത് ബാക്കിൽ വന്ന ലിങ്ക് സസ്പെൻഷൻ്റെ ആ ബുഷ് മാറുക, കുഷൻ അസംബ്ലിയുടെ ഫ്രണ്ടിലത്തെ ആ ബുഷുകളും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഒരു ജർക്കിങ്, അതായത് ചെറിയ കട്ടറി ചാടിയപ്പോഴും ഫ്രണ്ടിൽ നിന്ന് അടി വന്നുണ്ട്. അത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ കോൺസെപ്റ്റ് ലൂസാണ്. ഫ്രണ്ടിൽ തന്നെ ഹാൻഡിൽ തിരിയണോടത്ത് തന്നെ ബെയറിങ് ചെറിയ ലൂസ് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് ഇവിടെ ഈ ഹാൻഡിൽ കവറിൻ്റെ ബാക്കിലത്തെ ഈ കവറിൻ്റെ ലെഗ് ഉള്ളിൽ നടന്നു പോയേക്കാം. അത് കാരണം ഇവിടെ ഷിവറിങ് ഉണ്ട്. ഗട്ടർ ചാടുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ കടകടാന്ന് അടി വന്നുകൊണ്ടിരിക്കും ഈ സൈഡിൽ നിന്ന് കേട്ടോ. അപ്പോൾ നിലവിൽ ഫ്രണ്ട് വെട്ടലിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ കണ്ടീഷനിൽ ബുഷ് പോയി കിടന്ന് ഓടി ടയർ നമ്മൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ, ടയറിൻ്റെ എല്ലാ പോർഷനും ഒരേപോലെയുള്ള തേയ്മാനം അല്ല. ടയറിൻ്റെ അലൈൻമെൻറ്റിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ 100% ആ കംപ്ലയിൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടയർ ചേഞ്ച് ചെയ്തിട്ടാലാണ് കംപ്ലയിൻറ്റ് മാറുള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ, ബാക്കിൽ യൂസ് ചെയ്തിരുന്ന ടയറും ശരിക്കും പറഞ്ഞാൽ ഈ മോഡൽ ടയർ നമുക്ക് ഇതിന് പക്ക യൂസിങ് അത് ഉപകാരത്തിൽ വരില്ല. കാരണം ഗ്രിപ്പ് കൂടുതൽ കിട്ടിയാലും നമുക്ക് ഈ പറഞ്ഞ ഇപ്പോൾ ഇത് തേയ്മാനം വന്നതിൻ്റെ അനുസരിച്ച് ഹാൻഡിലുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെ ഹാൻഡിലുമ്പോൾ നമുക്ക് ഒരുപാട് ബലം പിടിച്ചിരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അത് ഈ ടയറിൻ്റെ പ്രശ്നമാണ്. നമുക്ക് ആ ഫ്രണ്ടിൽ യൂസ് ചെയ്ത ടയറുണ്ടോ, സെയിം മോഡൽ ടയർ തന്നെയാണ് നമുക്ക് ഫ്രണ്ടും ബാക്കും ഉപയോഗിക്കേണ്ടത്. കാരണം ഞാൻ സാപ്പർ മോഡൽ എന്ന് തന്നെ പറയാം. ആ കമ്പനി വരുന്നതും ആ മോഡൽ തന്നെയാണ്. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ഈ ടയർ മാറും. ഇപ്പോൾ ടയർ ഇപ്പോൾ തൽക്കാലം അത് നല്ല കട്ടുള്ള ടയറാണ്. ഇതും കട്ട ഉണ്ട്, തീരാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കേസ് 100% വെട്ടൽ മാറണമെന്നുണ്ടെങ്കിൽ ബുഷ് കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കിയതിന് ശേഷം ആ ടയർ തന്നെ സെറ്റ് ചെയ്യാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നല്ല ടയറാണല്ലോ. എന്നിട്ട് ഈ ടയർ മാറ്റുന്ന സമയത്ത് ബാക്കിലെ ടയർ പെട്ടെന്ന് തീരും. ഇപ്പോൾ ബാക്കിലെ ടയർ മാറ്റുന്ന സമയത്ത് ആ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ആ ഡിസ്കേപ്പാടി അഴിച്ച് ബാക്കിലേക്ക് മാറ്റിയിടാം, പുതിയ ടയർ ഫ്രണ്ടിലിടാം. അപ്പോഴാണ് നമ്മുടെ ഈ കംപ്ലയിൻറ്റ് മാറുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ബുഷ് മാറ്റിയാൽ നമുക്ക് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ബുഷിൻ്റെ പ്ലേ കാര്യങ്ങളൊക്കെ റെഡി ആവും. എങ്കിൽ കൂടി ഈ ടയറിന് ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഒരു വിധ സ്പീഡിൽ പോയിട്ട് നമ്മളൊരു ഹാൻഡിൽ മേൽ ഒരു കൈ നമ്മൾ എന്തൊരു ആവശ്യത്തിന് എടുക്കണം, അല്ലെങ്കിൽ ഹാൻഡിൽ ഒരു ബല കുറവ് കൊടുത്താൽ വണ്ടി ഷിവറിങ് കാണിക്കും, വെട്ടൽ കാണിക്കും. അതാ ടയറിൻ്റെ അലൈൻമെൻറ്റ് പോയതുകൊണ്ടാണ് ആ പ്രശ്നം വരാം. നിലവിൽ നമുക്ക് അതിൻ്റെ ആരംഭത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്തിടാം. ടയർ ഈ പറഞ്ഞ രീതിയിൽ റൊട്ടേഷൻ ചെയ്യുമ്പോഴാണ് കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ കേട്ടോ. 100% മാറണമെങ്കിൽ അപ്പോഴും മാറുള്ളൂ. ഇപ്പോൾ ഒരു അല്പം കുറവ് പോലെ തോന്നുള്ളൂ. അത് ഓടിക്കുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അത് അത്രേ ഉണ്ടാവുള്ളൂ, 100% മാറില്ല. കാരണം ടയർ ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് റിപ്പീറ്റിന് നമുക്കത് കാണിക്കും. ബാക്കിലെ ടയർ മാറ്റുന്ന സമയത്ത് ഇത് ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിലേക്ക് ആ ഡിസ്കേപ്പാടി തന്നെ അഴിച്ച് മാറ്റിയിടാം. അതിന് ശേഷം പുതിയ ടയർ ഫ്രണ്ടിൽ യൂസ് ചെയ്യാം. ഉപയോഗിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ കട്ട എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഞാൻ കട്ട കൂടുതലുള്ളത് ഗ്രിപ്പുള്ളതൊന്നും വേണ്ട. കമ്പനി വരുന്ന മോഡൽ യൂസ് ചെയ്യണമാണ് ഏറ്റവും നല്ലത്. അത് കമ്പനി ഇപ്പോൾ ഏത് വേണമെങ്കിലും എടുത്തത്. ഇപ്പോൾ നമുക്ക് കിടക്കുന്ന അപ്പോളോ ടയറാണ്, നല്ല ടയറാണ്. അതേപോലെ തന്നെ MRF ആയാലും സിയറ്റിൻ്റെ ആയാലും ഏതായാലും നമ്മൾ എടുക്കുന്ന ഡിസൈൻ ഇതായിരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് കുറച്ചും കൂടി നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടികൾക്ക് നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. കാരണം അത് ബാക്കിയുള്ള കേസുകളിലൊക്കെ അങ്ങനെ കംപ്ലയിൻറ്റ് ടയർ മാറ്റിയിട്ട് വന്നിട്ട് വെട്ടൽ കാര്യങ്ങളൊക്കെ തന്നെ പറയണതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ആ ഫീല് കറക്റ്റായിട്ട് ആ കംപ്ലയിൻറ്റ് കിട്ടണതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആ ഗ്രിപ്പ് ആ ടയർ മോഡൽ മാറ്റി ചേഞ്ച് ചെയ്തിടുന്നതായിരിക്കും കുറേ കൂടി ബെറ്റർ. പിന്നെ എന്താ നമ്മളിപ്പോൾ ഫ്രണ്ട് വീലൊക്കെ അയച്ചിട്ടുണ്ട്. അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളുകൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. ഈ കേബിൾ രണ്ടെണ്ണം നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഈ കേബിൾ ഔട്ടർ വലിഞ്ഞ് തുടങ്ങിയിട്ടുള്ളൂ. ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് എത്ര ഉണ്ട്, ഇതിൻ്റെ ഉണ്ടോ ശ്രദ്ധിക്കുക. ഇത്രയും ഇന്നർ ഉള്ളിലേക്ക് പോയേക്കാം. ഉള്ളിലേക്ക് പോകുന്നത് ഔട്ടർ വലിഞ്ഞ് വന്നിട്ടാണ് ആ കംപ്ലയിൻറ്റ് കാണിച്ചത് കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ടി സെറ്റ് ചെയ്യാം. പക്ഷേ വലിയ താമസമില്ലാതെ കൊണ്ട് ഈ കേബിൾ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും ഫ്രണ്ടിലത്തെ. അതായത് ഫ്രണ്ടിൽ ചെയ്യുമ്പോൾ 2 കേബിൾ മാറ്റുന്നതാണ് നല്ലത്. രണ്ടിൻ്റെയും കാലാവധി ഇതായിട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് വണ്ടിയുടെ സൗണ്ടിലൊരു വേരിയേഷൻസ് ഉണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. നിലവിൽ നമ്മുടെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഞാൻ അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഓയിൽ ലെവലൊക്കെ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് നമുക്കുണ്ടല്ലോ ഓയിലിൻ്റെ ഇത് കാണുന്നില്ല. ഇതിനകത്ത് ഓയിലുണ്ടോ എന്നുള്ള കേസ് ഊറ്റി നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഓയിൽ മാറാനായിട്ടുള്ള വൈകിട്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി. അപ്പോൾ നിലവിൽ ആ ഓയിലിൻ്റെ കണ്ടീഷൻ കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ള അവസ്ഥ.
അതല്ലെങ്കിൽ തന്നെ ഒന്ന് ടോപ്പ് അപ്പ് എന്തെങ്കിലും ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം വണ്ടി എഞ്ചിൻ കംപ്ലൈൻറ്റ് വരും. പിന്നെ ഈ ക്ലച്ചിൻ്റെ ഈ ഭാഗത്തു നിന്നൊക്കെ സൗണ്ട് വ്യത്യാസമുണ്ട്, അതൊന്നും ശ്രദ്ധിച്ചോളാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CVT ക്ലച്ചാണ്, മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസിങ് നടത്തേണ്ടി വരുന്ന പാർട്ടാണത്. അത് നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് അതിൻ്റെ തേമാനുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്ത് ഉപയോഗിക്കണം, വർഷത്തിലൊരിക്കൽ തന്നെയെങ്കിലും. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്തിട്ട് പോകണമെന്നുള്ളതാണ്. ഒരു വർഷമില്ലെങ്കിലും വർഷത്തിലൊരിക്കൽ തന്നെയെങ്കിലും നമ്മളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരും, നല്ല കോസ്റ്റ് വരും അവിടെ വന്ന വർക്കുകൾ കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ ബുഷ് സെറ്റൊക്കെ മാറ്റി സെറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരും എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, അതല്ലെങ്കിൽ നമുക്ക് ഓയിൽ ടോപ്പ് അപ്പ് ചെയ്യുക എന്തെങ്കിലും ചെയ്യാം. ഓയിൽ മാറേണ്ട ടൈം കഴിഞ്ഞാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനപ്പോൾ കംപ്ലൈൻറ്റ് വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ സൗണ്ട് വേരിയേഷൻ തോന്നിയായിരുന്നു അഴിച്ച് കയറ്റി ചെക്ക് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതാണ് എഞ്ചിൻ്റെ ഉള്ളിലെ ഓയിലിൻ്റെ അവസ്ഥ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി, ഞാനതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ.